ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചെറിയൊരു ഡേ മൈ ലൈഫാണ്. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയൊരു ചെറിയ ഓട്ടം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും സമയം ഏതാണ്ട് 9 മണിയായി. ഇനി വേണം വീട്ടിലെ ഫുഡെല്ലാം ഉണ്ടാക്കാൻ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രോഗികളുടെ എണ്ണം 2 ആയതുകൊണ്ട് വീട്ടിലെന്തോ ചെറിയൊരു മൂകത. അങ്ങനെ ഇപ്പോൾ വയ്യാതിരിക്കുന്ന പൊന്നുവിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് കയ്യൊക്കെ ഒന്ന് തടയി കൊടുത്തിട്ട് നേരെ ഞാൻ അമ്മയുടെ അടുത്ത് പോയി. അമ്മയാണെങ്കിൽ പാവം എന്നെ നോക്കിയിരുന്ന് ഇരുന്ന കസാരയിൽ എണീക്കാൻ വയ്യാത്ത അവസ്ഥ. പിന്നെ അമ്മയെ റൂമിലാക്കി നേരെ അടുക്കളയിലേക്ക്. പിന്നെ ഉച്ചത്തേക്ക് എന്തുണ്ടാക്കാന്ന് ആലോചിച്ചപ്പോൾ ക്ഷീണം മാറാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ പയറും കഞ്ഞിയും. അങ്ങനെ ഇപ്പോൾ കഞ്ഞി ഉണ്ടാക്കാന്ന് ഉറപ്പിച്ച് അരി ഇളന്നിട്ടു. എനിക്ക് പൊതുവെ അരി ഇളക്കുമ്പോഴുള്ള പ്രശ്നമാണ് തെറ്റിയോ എന്നുള്ളൊരു ഡൗട്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചും അളക്കാത്ത ദിവസങ്ങളില്ല. പിന്നെ ഇപ്പൊ കിട്ടുന്ന റേഷൻ അരിയുടെ കൂട്ടത്തിൽ വരുന്ന ചെള്ളുകളുടെ എണ്ണം നല്ല കുറവുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പയറും കഞ്ഞിയും അടുപ്പിലാക്കി. വീട്ടിലെ അടുക്കളയിലെ ജോലി കഴിയുമ്പോഴേക്കും ഒരു സമാധാനമാണ്. എന്നിട്ട് കഴുകാനുള്ള തുണിയും മുക്കി വെച്ചിട്ട് വേണം രാവിലെ ഉണ്ടാക്കിയ ദോശയും ചമ്മന്തിയും കഴിക്കാൻ. എനിക്ക് പൊതുവെ വീട്ടിലെ ജോലിക്കിടയിൽ ഫുഡ് കഴിക്കാൻ തോന്നാറില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാറായപ്പോഴേക്കും സമയം ഉച്ചയായി. അങ്ങനെ രാവിലത്തെയും ഉച്ചത്തെയും ഭക്ഷണം ഒത്തു കഴിച്ചതിന് ശേഷം എനിക്ക് ചെയ്യാൻ ഏറ്റവും മടിയുള്ളൊരു ജോലി ചെയ്യാനായിട്ട് ഇറങ്ങി. എനിക്ക് തുണി കഴുകുന്ന പരിപാടി മടിയാണെങ്കിലും ഞാൻ തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒട്ടും തൃപ്തി തരില്ല. പിന്നെ ഞാൻ തുണി കഴുകുമ്പോൾ സംഭവിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ അശ പൊട്ടും, അല്ലെങ്കിൽ എത്ര വെയിലാണെങ്കിലും അന്ന് തന്നെ മഴ പെയ്തിരിക്കും. അങ്ങനെ ഭാഗ്യവശാൽ ഇന്ന് ചെറിയൊരു മഴക്കോളിൽ അങ്ങ് ഒതുങ്ങി. രാത്രിയാകുമ്പോൾ എപ്പോഴൊക്കെ ഞാൻ അടുക്കളയിൽ കയറോ അപ്പോഴൊക്കെ എൻ്റെ പിന്നാലെ കല്യാണിയും കാണും. അങ്ങനെ രാത്രിയായപ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ കല്യാണിക്കും ലിയോയ്ക്കും ഫുഡ് കൊടുക്കാനായിട്ട് ഇറങ്ങി. നമ്മുടെ ലിയോയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ല പറ്റിയൊരു പാത്രം ഞാൻ വാങ്ങി. അതാകുമ്പോൾ പാത്രത്തിൽ നിന്നുള്ള ഫുഡ് പുറത്തു പോകത്തില്ല. അങ്ങനെ ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും ഫുഡും കൊടുത്ത് ഉച്ചയ്ക്കുള്ള കഞ്ഞിയുടെ ബാക്കി ഞാനും കുടിച്ചു. അങ്ങനെ ഇന്നൊരു ദിവസത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഗുഡ് നൈറ്റ്.